ഒരു വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം ഒരു 5:45-6 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന്. എനിക്ക് നല്ല കൺഫ്യൂഷനുണ്ട്. ഈ ഫോൺ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് വെച്ച് എടുക്കുമ്പോൾ ഇവിടെ നോക്കി സംസാരിക്കണോ അവിടെ നോക്കി സംസാരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം എന്താണ് ഈ 5-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് അതിൽ കാണിച്ചേക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു അങ്ങോട്ട് സ്വന്തമായിട്ട് എടുക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് ഇല്ല എല്ലാത്തിനും. അപ്പം ആ വീഡിയോ ഒന്നും അത്ര സെറ്റായിട്ട് വരാത്തത് കൊണ്ട് ഉള്ള മടിയാണ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലെ പിള്ളേരോട് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ, ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് ഷിഫ്റ്റില്ല, പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് അവർക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുക്കാത്തതും ഈ സ്റ്റാൻഡും അതുപോലുള്ള ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. നമ്മൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഒരു കയ്യിൽ കുക്ക് ചെയ്യണമെന്ന് അത് ആ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഞാൻ. അപ്പം അത് തന്നെ എനിക്ക് എന്താ പറയുന്നത്, ഞാനത് കുറച്ച് ഷെയ്ക്ക് ആവുകയും അതേപോലെ എനിക്കത് സെറ്റായില്ലായിരുന്നു. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു ഒരു കയ്യിൽ, ഞാൻ തന്നെ ഒരു കയ്യിൽ കുക്ക് ചെയ്യുന്നു. ആ വീഡിയോ എനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തീരുമാനിച്ചായിരുന്നു ഇനി എൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു കുക്കിംഗ് വ്ളോഗൊക്കെ ഞാൻ എടുത്തുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് ഇവിടുത്തെ പിള്ളേരോട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവരെ പറഞ്ഞിങ്ങനെ പറ്റിക്കുക. ഇന്നലെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എന്നെ എമർജൻസി വിളിച്ചു. വീട്ടിൽ ഞാൻ ഞങ്ങളുടെ ഗാർഡനിലിരിക്കുക. ഗാർഡൻ മീൻസ് ഈ അടുക്കള വശമാണ്, ഈ പുറകുവശമാണ് ഗാർഡൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഗാർഡൻ എന്ന് പറയുമ്പോൾ പൂക്കളൊക്കെ ഉള്ള പൂന്തോട്ടമാണ്. ഇവിടെ അങ്ങനെയല്ല, മറ്റേ ബാക്ക് യാർഡിന് ഗാർഡൻ എന്ന് പറയും. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. മൈൻഡ് ആക്കണ്ട, കഴിഞ്ഞ സമ്മറിൽ നമ്മൾ വൃത്തിയാക്കിയായിരുന്നു. എല്ലാ സമ്മറിലുമാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഈ വട്ടം ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വൃത്തിയാക്കണം. ഫുള്ള് കാട് കയറി കിടക്കുന്നു. വിൻ്റർ ആകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യില്ല, നമ്മൾ എല്ലാ സമ്മറിലും വൃത്തിയാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരോട് അതാ പറഞ്ഞു വന്നാൽ ഞാൻ അവരോട് 2-3 ദിവസം കൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞവരെ പറ്റിക്കായിരുന്നു, ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്നലെ എന്നെ എമർജൻസി വിളിച്ച് ഞാൻ പോയി. അപ്പോൾ ഇന്ന് എനിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്കിന്ന് ഉണ്ടാക്കി കൊടുക്കാം, അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചോദിച്ചു നോക്കാം, പിള്ളേരോട് ആരോടെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് തരാമോ എന്ന്. അറിഞ്ഞുകൂടാ, ചോദിച്ചു നോക്കാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിലൊരു കോഫിയൊക്കെ കുടിച്ച് നല്ല കാറ്റും, വലിയ ചൂടുമല്ല എന്നാൽ വലിയ തണുപ്പല്ലാത്തൊരു കാലാവസ്ഥ. അപ്പം ഞാൻ പുറകുവശത്ത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു, ഒരു പാട്ടൊക്കെ കേട്ട്. ഇവിടെ വന്നിട്ട് ഈ UK വന്നിട്ടുണ്ടല്ലോ, എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ഒരു ക്യാരക്ടറിൽ വന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ഉമ്മയടുത്ത് കൂടുതലും, പിന്നെ എല്ലാവരോടും എനിക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനോ ഒന്നും എനിക്ക് ഡിപ്പെൻഡൻസ് കൂടുതലുള്ള ആളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. എനിക്ക് സ്വന്തമായിട്ട് എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് എനിക്കതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറേ പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാൻ തുടങ്ങി. മറ്റേത് എനിക്ക് എപ്പോഴും ഒരു കൂട്ട് വേണം, എനിക്കൊരു അങ്ങനെയൊക്കെ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ഇവിടെ എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ഞാൻ പഠിച്ചു. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് കാണുമെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചു കേട്ടോ. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറേ ചീത്ത കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ചീത്ത കാര്യങ്ങൾ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുന്നു, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കാറ്റ്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, മൈക്കൊന്നും ഇല്ല, ഇനി മൈക്കൊക്കെ വാങ്ങണം. അപ്പോൾ അവരുടെ കൂടെയുള്ള ടൈം ഞാൻ മിസ് ചെയ്യുന്നു, അവരുടെ വളർച്ച കാണാൻ പറ്റുന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കത് അവർക്കും അതേപോലെ എന്നെ ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓഫ് ഡേയ്സിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വെക്കുകയില്ല, വീഡിയോ കോൾ അങ്ങനെ ഓണായി കിടക്കുന്നത്. ഇപ്പം വെച്ചിട്ടേ ഉള്ളൂ, ഫോൺ വെച്ചിട്ട് ഞാൻ താഴോട്ട് കുക്ക് ചെയ്യാനെന്നും പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുന്നു. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നാലും അത് ഒരു വിധത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിവിടെ ആയതുകൊണ്ടാണല്ലോ അവരെ നോക്കാൻ പറ്റുന്നൊരിതൊക്കെ വരും കേട്ടോ. പക്ഷെ
മറ്റൊരിതിന് ചിന്തിക്കുമ്പോൾ അവരെനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരും. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അതിനെന്തെങ്കിലും ഒന്ന് സെറ്റാക്കണം. വല്ലാത്തൊരു കാലാവസ്ഥ ഇന്ന്. വെയിലുമില്ല എന്നാൽ തണുപ്പുമല്ല. ഒരു രാവിലെ തൊട്ടിങ്ങനെ വിഷമിച്ചൊരു കാലാവസ്ഥ, ഒരു മൂടി ക്ലൈമറ്റ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് നമ്മളെയും ബാധിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല തെളിഞ്ഞൊരു ദിവസമാണെങ്കിൽ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ കാലാവസ്ഥ ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മളും ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിപ്പോവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഇന്ന്. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഫുള്ള് ബെഡിൽ തന്നെയായിരുന്നു. വീട്ടിൽ വിളിച്ച്, കുഞ്ഞുങ്ങളെ വിളിച്ച്, ഉമ്മയും വിളിച്ച് അങ്ങനെ കിടക്കായിരുന്നു. എനിക്കിനിയിപ്പം വൈകുന്നേരം ഒരു 7-7:30 ആകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അപ്പം അതിന് മുന്നേ പിള്ളേർക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് ഇവരെന്നെ ശരിയാക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അടുക്കള ചെന്ന് നോക്കാമേ. അടുക്കള പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആരോടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഒന്ന് ചോദിച്ചു നോക്കാം. ഉറപ്പൊന്നുമില്ല, എടുത്തു തരുമോ എന്ന് ചോദിച്ചു നോക്കാം. വീഡിയോ ഇവിടെ ഒരു കരിമ്പൂച്ച ഉണ്ട് കേട്ടോ. എന്നും ഈ ഒരു സമയമാകുമ്പോൾ ആ പൂച്ച, ഇവിടുത്തെ പൂച്ചയൊക്കെ കാണണം. ഒരു പുലിയുടെ അത്രയുള്ള പൂച്ചയാണ് ഇവിടെ പൂച്ചയൊക്കെ. ആ പൂച്ച എന്നും വന്നിട്ട് ഈ ടേബിളിൽ ഇരുന്നിട്ട് നമ്മുടെ കിച്ചണിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. അടുത്ത് വന്നാലും ഓടത്തില്ല, നമുക്ക് പേടിയാവും കാണുമ്പോൾ. അതുകൊണ്ട് സാധാരണ ഇവിടെ അങ്ങനെ വന്നിരിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാനങ്ങനെ വന്നിരിക്കാറില്ല എപ്പോഴും. എൻ്റെ റൂംമേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ വന്നിരിക്കാറുള്ളൂ. ഇന്ന് പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇതേപോലൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് വന്നിരുന്നതാണ് ഞാൻ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ? പോയിട്ട് നോക്കാം. നോക്കിയിട്ട് അവരോട് ചോദിച്ചു നോക്കാം വീഡിയോ എടുത്ത് തരുമോ. അപ്പോൾ കിച്ചണിൽ പോയിട്ട് കാണാം. ഇവിടെ ഞാൻ നമ്മുടെ ചിക്കൻ എടുത്ത് കുരുമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവോളയും കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് എരിവില്ലാത്തത് കേട്ടോ, അതാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. 2 സവോള എടുത്തിട്ടുണ്ട്. അത് ഞാൻ നടുക്കൊന്ന് മുറിച്ച് വെച്ചേക്കണം, അരിഞ്ഞെടുക്കണം ഇനി ഇത്. പിന്നെ അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് 3-4 വെളുത്തുള്ളി, 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് തരാൻ ഇതുവരെ ആരും വന്നില്ല ഗൈസ്. അപ്പം നമുക്ക് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എണ്ണയുടെയും ആ മൊരിയുന്നതിൻ്റെയൊക്കെ സൗണ്ട് കൊണ്ടിട്ട് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെ. ഞാൻ ഇവിടെ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചു, സവോള അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്ത് വെച്ചു. അതേപോലെ പുഴുങ്ങിയ മുട്ട വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച്, വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ സവോള ഇട്ട് കൊടുക്കും. ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് സവോള ഇടുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഇനി സവോള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കി ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു എന്ന് കാണിക്കാനുള്ള ഷോയാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരും വീഡിയോ എടുത്ത് തന്നില്ലെന്നുള്ള പരാതി ആയിരിക്കണം പറഞ്ഞത്. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. വെളുത്ത സവോള ആയതുകൊണ്ടാണ് ആ കളറിൽ തന്നെ കിടക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും. അതേപോലെ തന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗരം മസാല ഇട്ടത്. ഇപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിനകത്തോട്ടെടുത്തങ്ങ് തട്ടുക. എനിക്കറിയില്ല, ഞാൻ ലാൻഡ് സ്ലൈഡ് വെച്ച് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ചില ക്ലിപ്സൊക്കെ ഇങ്ങനെ 2 സൈഡും ബ്ലറായിട്ടാണ് കാണിക്കുന്നത്, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ആ ക്രഷ് ചെയ്ത ചിക്കനും എല്ലാം കൂടെ മിക്സാക്കി നമ്മുടെ മിക്സ് മാറ്റി വെച്ചു. അത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ പിന്നീട് ഇട്ടായിരുന്നു കേട്ടോ, ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്ത് കുറച്ച് പാലും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു സ്പൂൺ വേണ്ട, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ബീറ്റ് ചെയ്ത് ഈ മിക്സ് അങ്ങോട്ട് മാറ്റി വെക്കുക.
എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല എന്താണ് ഈ ഒരു ക്ലിപ്പും അതേപോലെ 2 സൈഡും ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം നന്നായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാൻ. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ജൂലൈ 6 ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല. ഇന്നലെയായിരുന്നു ഡെലിവറി കാണിച്ചിരുന്നത്, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ എന്താണ് സംഭവിക്കുന്നതെന്ന്. നോക്കാം, 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം കിട്ടുന്നോന്ന്. അതിനുശേഷം ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസി, ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കലക്കി വെച്ചു. പാത്രം ഇരുന്ന് കറങ്ങുന്നത് കണ്ടോ? സ്വന്തമായിട്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്, ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് പാത്രം കറങ്ങുന്നത്. ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എന്നിട്ട് ഈ ഒരു മാവ് കോരി ഒഴിച്ച് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുടത്തില്ലേ അതേപോലെ, ഇത് ഞാൻ ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ ചുടുന്നത്. കനം കുറഞ്ഞ് വേണം ഇതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പരത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഭയങ്കര നൈസായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പം അങ്ങനെ നമുക്കൊരു 5-6 ദോശ ചുട്ട് മാറ്റി വയ്ക്കണം. ഞാൻ പരത്തി അത് എത്രത്തോളം തിന്നാക്കാമോ ഞാൻ അത്രത്തോളം തിന്നാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ദോശ ചുട്ട് ഒരു 5-6 ദോശ ചുട്ട് മാറ്റി അങ്ങ് വെക്കണം. ഇതൊരു ചുമ്മാ ഇടുന്ന വ്ളോഗാണ്. എല്ലാ വ്ളോഗിലും ഞാൻ പറയുന്നുണ്ട് ഞാൻ ചുമ്മാ ഇടുന്ന വ്ളോഗാണ്. മീൻസ് എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടിടുന്ന വ്ളോഗൊന്നും അല്ല. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തിടാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ ഇട്ടതാണ്. എനിക്കിനി സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എൻ്റെ സാധന സാമഗ്രികളൊക്കെ വന്ന് നല്ലൊരു ട്രാവൽ വ്ളോഗും അതേപോലെ UK എക്സ്പീരിയൻസ് ഒക്കെ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടൊന്ന് സെറ്റായി വന്നാലേ എനിക്ക് പറഞ്ഞൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടത്തുള്ളൂ. എന്നാലും ചാനൽ ചുമ്മാ ഇടണ്ടല്ലോ, എന്തെങ്കിലും വീഡിയോ ഇടണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറിയ ചെറിയ വ്ളോഗൊക്കെ ഞാൻ ഇടുന്നത്. അങ്ങനത്തെ നമ്മൾ ദോശയൊക്കെ ചുട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ഒരു കടായി പോലത്തെ ഒരു സാധനം എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിച്ച് ഒറ്റ കൈ കൊണ്ട് ചുറ്റിച്ചു കൊടുക്കുന്നു. ഒരു കയ്യിൽ ഫോണാണ്, ആരും ഇല്ലായിരുന്നു വീഡിയോ എടുത്തു തരാൻ. അങ്ങനത്തെ എല്ലാം ഞാൻ ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് നന്നായിട്ട് എണ്ണ എല്ലായിടത്തും ഇതാക്കിയിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് ഓരോ ദോശ ഈ ഒരു മിക്സിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ആ കടായിൽ വെച്ച് കൊടുക്കണ്ടേ. ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2-3 വീഡിയോ ഒക്കെ റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിലും വ്യത്യസ്തമായിട്ടൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഈ മലപ്പുറം കോഴിക്കോട് സൈഡിലൊക്കെ കാണുന്നവർ ഇതിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, പറഞ്ഞു തരണേ. ഞാൻ അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് നമ്മളിതേ ആ ഒരു ചിക്കൻ്റെ മിക്സ് അതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്തു. അടുത്ത ദോശ എടുത്ത് മുട്ടയുടെ മിക്സിൽ മുക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ മുട്ടയുടെ ആ ഒരു മിക്സ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച്, അതിൽ പറ്റാത്ത പോലെ തോന്നിയതുകൊണ്ട്. എന്നിട്ട് പിന്നെ വീണ്ടും ചിക്കൻ്റെ മിക്സ് എടുത്ത് ഇങ്ങനെ ഓരോരോ ലെയറാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം എടുത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. വീണ്ടും അടുത്തൊരു ദോശ ഇതേപോലെ മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എടുത്ത് എറിയുക ഞാൻ. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുകയല്ലേ, അങ്ങനെ എടുത്ത് എറിഞ്ഞാലെങ്കിലും നേരെ വീഴട്ടെന്ന് വിചാരിച്ച്. എന്നിട്ട് നമ്മളിതേ ആ മുട്ടേൻ്റെ മിക്സ് പകുതി അതിനകത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളിതേ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ചതാട്ടോ. മലപ്പുറം കോഴിക്കോട് സൈഡിൽ മെയിനായിട്ടുള്ളൊരു സ്നാക്കാണിത്. അവരിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുത്താണ്. മുട്ട പുഴുങ്ങി വട്ടത്തിൽ മുറിച്ച് അങ്ങനെ വെച്ചിട്ട് ആ മിക്സും കൂടെ വെച്ച് അടുത്തൊരു ദോശയും കൂടെ വെച്ച് ആ മുട്ടേൻ്റെ മിക്സ് മൊത്തത്തിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ ആ കടായി അങ്ങ് അടച്ചങ്ങ് വെക്കണം. ഇനി അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ 2 സൈഡ് ബ്ലർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ക്ഷമിക്കുക എല്ലാവരും അങ്ങോട്ട്. എന്നിട്ട് ഇതിനിടയ്ക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അത് 2 കൈ കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഒരു കൈ കൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അതിൻ്റെ ആ മുകളിലത്തെ വശം വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും 2 കൈ കൊണ്ട് ചെയ്യേണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് ഫോൺ മാറ്റി വെച്ചിട്ടാണ് ചെയ്തത്. ആ തിരിച്ചിട്ട സമയത്ത് എന്തോ ദോശ മടങ്ങിപ്പോയെന്ന് തോന്നും, അകത്തിരുന്ന മുട്ടയൊക്കെ പുറത്ത് വന്നിരിപ്പുണ്ട്. ലാസ്റ്റ് നമ്മളുടെ ഒരു ലുക്ക് ഇതാണ്. നമ്മുടെ ഇറച്ചിപ്പത്തിരിയുടെ ലുക്കിൽ വലിയ ഗെറ്റപ്പൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. നമ്മൾ പിന്നെ 3-4 ലെയറിലേ വെച്ചുള്ളൂ, അതുകൊണ്ട് ആ ഒരു തിക്നെസ്സൊക്കെ കുറവായിരുന്നു, പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം പറഞ്ഞു എല്ലാവരും. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ച് ഫ്ലോപ്പ് ആവുമെന്ന്, പക്ഷേ ഫ്ലോപ്പ് ആയില്ല, നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ആ വീഡിയോ എടുത്ത അതായത് ആ കുക്കിംഗ് പാർട്ടിലൊക്കെ നല്ല കാറ്റും വെയിലും ഉണ്ട്. ആ കുക്കിംഗ് പാർട്ടിലൊക്കെ
കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആ വീഡിയോയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും കാണണേ. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിവിടെ അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആർക്കും ആരും ഡിപ്പെൻഡ് ചെയ്യാൻ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാനോ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു കുക്കിംഗ് വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാനിനി എൻ്റെ സാധനങ്ങൾ കിട്ടിയിട്ട് എടുക്കുള്ളൂ. നാളെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നാളെയാണ് ഡെലിവറി ഡേറ്റ് കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം നാളെ കിട്ടുമെന്ന്. പിന്നെ ഞാനൊരു ട്രാവൽ വ്ളോഗൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. സാധനമൊക്കെ കിട്ടിയിട്ട് വേണം, നാക്കുടക്കുന്നു, സാധനമൊക്കെ കിട്ടിയിട്ട് വേണം അത് സെറ്റാക്കാൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ. വേറൊന്നുമില്ല. ഞാൻ പിന്നെയും ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ കൺക്ലൂഷൻ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഇരുട്ടിയായിരുന്നു, വെളിയിൽ വന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ കൺക്ലൂഷൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇപ്പോൾ ഉള്ള വീഡിയോയിലുള്ള കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. നാളെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ കിട്ടിയിട്ട് നമുക്ക് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ.